ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ഹൃദയപൂർവ്വം ട്രെയിലർ റിയാക്ഷനാണ്. ഞാൻ ഓൾറെഡി 2 വട്ടം കണ്ടു. പക്ഷേ എനിക്ക് അങ്ങോട്ടൊരു സെറ്റാവുന്നൊരു ഫീൽ കിട്ടുന്നില്ല. എന്തോ ഒരു ഏച്ചുകെട്ടൽ അങ്ങനെയൊക്കെയുള്ളൊരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പടം നല്ലതായിരിക്കും. കാരണം വലിയ പ്രതീക്ഷയില്ലാതെ പോയി കണ്ട തുടരും ഗംഭീരമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആവട്ടെ ഇതിൻ്റെയും. പക്ഷേ എവിടേക്കോ ഒരു ഏച്ചുകെട്ടൽ അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീല്. ഡയറക്റ്റഡ് ബൈ സത്യൻ അന്തിക്കാട്, അഖിൽ സത്യൻ സ്റ്റോറി, അനൂപ് സത്യൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അങ്ങനെ അച്ഛനും മക്കളും എന്താ പറയുക, കമ്പൈൻഡ് ആയിട്ടുള്ളൊരു എഫേർട്ട്. ലാലേട്ടനെ 2015 ശേഷം സത്യൻ അന്തിക്കാടിൻ്റെ കയ്യിൽ കിട്ടുന്നു എന്നും എപ്പോഴും ആണെന്ന് തോന്നുന്നു. അതിനകത്തെ സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ, നിങ്ങൾ ചൊക്ലിയിൽ പെണ്ണുങ്ങളെ കണ്ടിക്കുക, അതിൽ മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്കുക, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ലാലേട്ടൻ പാടി വരുന്ന സീനൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. അത് നല്ല ഒരു വൈകാരികമായിട്ടൊരു ലാലേട്ടൻ്റെ അഭിനയമൊക്കെ അങ്ങനെ നല്ല രസമുള്ളൊരു ഫീല് കിട്ടിയൊരു പടമായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും, ഈ എക്സ്പ്രഷനൊക്കെ അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിന്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മൾ ഒന്ന് ആടി ഉലയുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ചതവി പതവി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? എന്താ അവസ്ഥ? ആ അവസ്ഥയിലാണ് ഞാൻ. ഒരു പ്രാവശ്യം ഇതൊക്കെ എന്തോ ഒരു ഏച്ചുകെട്ടൽ ഫീലില്ലേ? സംഗീത് പ്രതാപാണ് മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു എന്താ പറയുക, ഹോപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു കോമഡി നല്ല വർക്കൗട്ടാവും. മാളവിക മോഹൻ, അതുപോലെ ലാലേട്ടൻ്റെ ഫേസ് ബിഗ് ബോസിൽ വരുമ്പോൾ പുള്ളി ഡിഫറെൻ്റ് ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു വല്ലാതെ ആയിരിക്കുന്നത് ശരിക്കും ഫേസ്. ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, യൂഷ്വൽ ലാലേട്ടൻ മാനറിസംസ്. ലാലുലക്സ്, സിദ്ദിഖ്, അതാരായിരുന്നു? വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ജനാർദ്ദൻ അദ്ദേഹത്തിനെ കാണുന്നത്. സംഗീത, കൈകളൊക്കെ വിറയ്ക്കുന്നു. ഇനിയൊരു സീനൂടെ വരും. ഈശ്വര, അതാണ് എനിക്ക് ആകെ മൊത്തത്തിൽ തോന്നിയത്. അങ്ങനെ ഒരു ട്രെയിലർ ഒരു വൻ ഇമ്പ്രസീവ് പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചിലപ്പോൾ സിനിമ നല്ലതായിരിക്കും, സിനിമയിൽ ഒരുപാട് കോമഡികൾ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം മറച്ച് വെച്ച് ഈ പടത്തിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഹൈപ്പില്ല. തുടരും പോലെ തന്നെ സാധാരണമായിട്ട് വന്ന് ഒരു പക്ഷേ ഒരു ഫീൽ ഗുഡ് നല്ല കോമഡിയുള്ള ഒരു നല്ല മൊമെൻറ്റ്സ് ഉള്ള പടമായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടാവാം, അറിയില്ല. പക്ഷേ കണ്ടത് വെച്ചിട്ട് ഒരു വലിയൊരു ഇമ്പ്രസീവ് ഫീൽ കിട്ടുന്നില്ല. പിന്നെ ഓൾറെഡി ഓപ്പൺ ഹാർട്ട് സർജറി പറഞ്ഞൊരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻ്റായിട്ട് വരുന്ന, അല്ലെങ്കിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സംഗീത് പ്രതാപിൻ്റെ ക്യാരക്ടർ, മാളവിക മോഹൻ, വേറൊരു ഫാമിലിയിലേക്ക് ഒരു കല്യാണത്തിലേക്ക് ലാലേട്ടൻ വരുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ സിനോപ്സിസ് വായിച്ചത്. പക്ഷേ സിനിമ കാണുമ്പോൾ അറിയാം. എന്തായാലും August 28 മെൽബണിൽ 3 പടങ്ങൾ റിലീസാകുന്നുണ്ട്. ഓടും കുതിര, ചാടും കുതിര, ഹൃദയപൂർവ്വം, പിന്നെ ലോക. അപ്പോൾ എന്തായാലും എല്ലാം ബാക്ക് ടു ബാക്ക് കണ്ടിരിക്കും. അപ്പോൾ റിവ്യൂവുമായിട്ട് തീർച്ചയായിട്ടും കാണാം. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.